അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ. ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ വക ഹാപ്പി കേരളപ്പിറവി. പിന്നെ എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികം മാത്രമല്ല, ഒരു പനിയും ജലദോഷവും വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് എന്റെ ഗ്രാജുവേഷൻ ഡേ. അങ്ങനെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കോളേജിലോട്ട് പോകാൻ പോവുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ അഞ്ജിതയും സഫാനയും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അടുത്തതായി ചെസ് നമ്പർ 2 തീർത്ഥാനാഥ് ഫ്രം മലപ്പുറം. ഇവള് ചില്ലറക്കാരിയല്ല, അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വായും തുറന്ന് നിൽക്കുന്നവനാണ് യദു. നാണം കൊണ്ട് തലകുനിച്ച് വരുന്ന ഇവനാണ് അസീം. ഇനിയും കുറച്ചധികം പേരുണ്ട്, ഞാൻ അത് വഴിയേ പറഞ്ഞു. ഇനി അവിടെ നിന്ന് നുണ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താമസിക്കും. 1:30 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ചുവന്ന പരവതാനിയിൽ കൂടി ഇങ്ങനെ നടന്ന് മുന്നിലോട്ട് പോയപ്പോൾ കാണുന്നതാണ് ഗൈസ് ദാണ്ടെ ഇത്. കഴിഞ്ഞ വർഷം ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള ഡൗട്ടുമായിട്ട് നേരെ അകത്തോട്ട് പോകും. 1:30 മുമ്പ് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് തൊപ്പിയും കോട്ടും അതുപോലെ തന്നെ ഫുഡ് കൂപ്പണും കിട്ടത്തുള്ളൂ. തൊപ്പിയും കോട്ടും കിട്ടിയില്ലെങ്കിലും ഫുഡ് കൂപ്പൺ എനിക്ക് കിട്ടണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ തളം കെട്ടിക്കിടന്നു. അങ്ങനെ അവസാനം തൊപ്പോട് കൂടി ആ കൂപ്പൺ എന്റെ കൈകളിൽ സുരക്ഷിത. അങ്ങനെ ഒപ്പിട്ടിട്ട് തിരിഞ്ഞപ്പോ ദാ നിൽക്കുന്ന ലീമ ഇഗ്നീഷ്യസ് ഫ്രം കൊച്ചു തോപ്പ്. അതേ വലിയ തോപ്പ, ഏതോ ഒരു തോപ്പിലാണ് ഉള്ള വീട്. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇയാളാണ് തീർത്ഥാനാഥ് മലപ്പുറത്തിന്റെ സ്വന്തം മാതാജി. ഈ തലയിട്ട് നോക്കി ചിരിക്കുന്നതാണ് ഉണ്ണിമായ, ഞങ്ങളുടെ ടീച്ചറാണ്. ചിരിക്കാൻ പറഞ്ഞപ്പോ വേറെ എന്തോ എക്സ്പ്രഷൻ ഇടുന്ന ഇവളാണ് മിഥുല. ഇനി നമുക്ക് അവരവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് ആസനസ്ഥരാവാം. അങ്ങനെ ഒടുവിൽ എന്റെ സീറ്റ് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ സീറ്റ് കണ്ടുപിടിച്ചിട്ടൊന്ന് തിരിഞ്ഞപ്പോ കൈവച്ച് മുദ്ര കാണിക്കുന്ന ഇവളാണ് ജെഫി. ആഹാ, എന്ത് നല്ല ചിരി. ചെന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തൊപ്പിയും കോട്ടും നമ്മുടെ കൈകളിൽ കിട്ടിയിരിക്കുകയാണ്. ഈ തൊപ്പിയും കോട്ടും ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ തരത്തില്ലെന്ന് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് തന്ന് വിടായിരുന്നു. സംഭവം വാടകയ്ക്ക് എടുക്കുന്നതാണ് ഗൈസ്, ആർക്കും പറയണ്ട, നമ്മളും നിങ്ങളും മാത്രം അറിഞ്ഞാൽ. ഈ നിമിഷത്തിൽ ഞാൻ അത് അറിയാതെ മൂളി പോവുകയാണ്. അങ്ങനെ നമ്മൾ തൊപ്പിയും കോട്ട കിട്ടിയതിന് ശേഷം അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ മിക്കതും ഞാൻ എടുത്തിട്ടില്ല, കാരണം വളരെ ഫോർമൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കേരള യൂണിവേഴ്സിറ്റിയിൽ 2nd റാങ്ക് സൗദയ്ക്കും 3rd റാങ്ക് സഫാനിക്കോ വരെ. ഈ മൂക്കിൽ വിരലിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ 1st റാങ്ക് കിട്ടിയത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവള് ചില്ലറക്കാരി അല്ലെന്ന്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ആയുധം നമ്മുടെ വിദ്യാഭ്യാസമാണ്. ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കും. അങ്ങനെ ഒടുവിൽ എനിക്കും കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 3 വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. എന്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഈ മൊമെന്റ് ഞാൻ സ്റ്റേജിൽ നിന്ന് വാങ്ങിയപ്പോൾ എന്റെ കൂടെ പഠിച്ച എല്ലാവരും എന്റെ മനസ്സിലുണ്ട്. എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരൻ മാക്കിനെയും